ഹി 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 ഹലോ കൂട്ടരെ. അപ്പോൾ ഇത് നിങ്ങൾ പുറത്തോടെ കാണുന്നത് ഇത് ഇന്ത്യ നിങ്ങൾ കരുതണ്ട, ഇത് കേരളം പോലുമല്ല, ഇത് ജർമ്മനിയാണ് ഗൈസ്. സോ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമോഷണൽ സ്റ്റോറിയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ കുറേ നാൾ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത്. സോ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താ പറയുക, ചുണ്ടൊക്കെ പൊട്ടി ഉണങ്ങുന്നു ഗൈസ്, ചുണ്ടൊക്കെ പൊട്ടി ഉണങ്ങുന്നു ഗൈസ്. പിന്നെ ഇതുവരെ നമ്മളിങ്ങനത്തെ സാധനമൊന്നും യൂസേ ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ ഏതാ മാസം, ഇതിപ്പോൾ ഒക്ടോബറാണ്. നവംബർ ഡിസംബർ വിൻ്ററിനോട് അടുക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ഒരു ബോഡി ലോഷനും വേണ്ടായിരുന്നു, ഒന്നും ചെയ്യത്തില്ലായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു, കുളിക്കുക പോലും വേണ്ടായിരുന്നു എന്ന ഞാൻ ഇപ്പോൾ ബോഡി ലോഷനെയൊക്കെ ആശ്രയിക്കേണ്ട ടൈം വന്നിരിക്കുന്നു ഗൈസ്. എന്താ പറയുക, സെയിം മനസ്സ്, സെയിം പേഴ്സൺ, സെയിം റേസ്, സെയിം ബോഡി, ബട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് റീജിയൻ. ഞാൻ 4-ന് ഫ്ലൈറ്റ് കയറി, 4-ന് തന്നെ ഇവിടെ എത്തി. ഇന്ന് 5-ാം തീയതിയാണ്, ഒക്ടോബർ 5. സോ ഇറ്റ് ഈസ് മൈ ഫസ്റ്റ് ഡേ ഇൻ ജർമ്മനി. സോ ഹൗ വാസ് മൈ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്? എൻ്റെ ജർമ്മനിയിൽ വന്നപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഫസ്റ്റ് ഡേയിലോട്ട് കിടക്കാം. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്നതാണ് നമ്മുടെ ലൈഫ് അല്ലേ. വാട്ട് വി ആർ ഗോയിങ് ത്രൂ റൈറ്റ് നൗ ഈസ് അവർ ലൈഫ്. സോ ഇന്നത്തെ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ തന്നെ നടക്കാൻ പോയി. ഇപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ലുനനാണ്, ഡോട്ട്മുണ്ടിലാണ് എൻ്റെ ക്ലാസ്. അതൊരു 40 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ 40 കിലോമീറ്റർ ആണെങ്കിലും എനിക്ക് നടന്നൊക്കെ നല്ല ശീലമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് നടക്കാൻ പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഗൈസ് എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റയ്ക്കാണോ നടക്കാൻ ഇറങ്ങി, മഴയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു കുടയുണ്ട്. പിന്നെ പറഞ്ഞു നീ പാസ്പോർട്ട് എടുത്തു. അപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ വേറെ ഒരു നാട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാസ്പോർട്ട് എടുത്തിരിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. പിന്നെ പോയ വഴിക്ക് ഇപ്പോൾ ഇന്ന് സൺഡേയാണ്. ഇവിടെ എന്ന് വെച്ചാൽ സൺഡേയിൽ കൂടുതലും ഒന്നും തുറക്കത്തൊന്നുമില്ല, കടകളൊന്നും തുറക്കത്തില്ല. പക്ഷേ ഇവിടെ അടുത്തൊക്കെ തുറക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു തുർക്കിക്കാരിയെ കണ്ടു. പുള്ളിക്കാരിയുടെ കട നടത്തുന്നതാണ്. പുള്ളിക്കാരിയുടെ ജർമ്മനൊക്കെ സംസാരിച്ചു. പുള്ളിക്കാരിക്ക് പറഞ്ഞു എൻ്റെ ജർമ്മൻ വളരെ ഫ്ലുവൻ്റ് ആയിട്ടുണ്ട്, വളരെ നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2 യുക്രൈനികളെ കണ്ടു, യുക്രൈനി കപ്പിൾസ്. അവരും ജർമ്മനാണ് സംസാരിച്ചത് ഞാനുമായിട്ട്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. പിന്നെ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. പട്ടി കണ്ടപ്പോൾ എൻ്റെ പെട്രോയെ ഓർമ്മ വന്നു. പെട്രോയുടെ വീഡിയോ 2-3 എണ്ണം ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ ഗൈസ്. വേറെയും വീഡിയോ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, എൻ്റെ ആ സെറ്റ് മുഴുവനും ഡിസ്പ്ലേ അടിച്ചു പോയി. അപ്പോൾ എൻ്റെ ആ ഓർമ്മകളൊന്നും ഇല്ല ഗൈസ്. മീൻസ് ഇറ്റ് ഈസ് ടോട്ടലി a new erfahrung für mich, a totally new experience for mich, a totally new beginning for mich. Yes.